ടെക്കിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും മോക്ക് ടെസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കുന്നത്. അപ്പം എക്സാം ആയതുകൊണ്ട് ഫ്രൈഡേ എക്സാം ആയതുകൊണ്ട് ഞാൻ ഫ്രൈഡേ ക്ലാസ് ഇടുന്നില്ല, കുറച്ച് നേരത്തെയാണ് ക്ലാസ് ഇടുന്നത്. കാരണം മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ മുന്നേ അത് കേൾക്കണം. അപ്പം അതിനെക്കൊണ്ടാണ് ഞാൻ നേരത്തെ ക്ലാസ് ഇടുന്നത്. അപ്പം എല്ലാവർക്കും കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം പോർഷൻസ് നിങ്ങൾക്ക് ഇന്ന പോർഷൻസ് വരുന്നുണ്ടെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ റെഗുലർ ക്ലാസ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. റെഗുലർ ക്ലാസ്സിന് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതിൽ നല്ലത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു എന്തെങ്കിലും ഏത് ക്ലാസ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു റെഫർ ചെയ്യാനുള്ള ബുക്ക് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടിയിട്ട് അതിന് വേണ്ടി മാത്രം ക്ലാസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഡെയിലി ക്ലാസ് മാത്രം കേട്ടതിനെ കൊണ്ട് നമുക്ക് എന്തായാലും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ആ കേൾക്കുന്ന ക്ലാസ് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് നോക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ക്ലാസ്സസ് ഇടാത്തത്. ആൾട്ടർനേറ്റ് ആയിട്ട് ക്ലാസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് മെസ്സേജ് വന്നു എന്ന് വിചാരിക്കണു. അതായത് ഫ്രൈഡേ എക്സാമിൻ്റെ ടൈം മാറ്റിയിട്ടുണ്ട്. അതായത് കാറ്റഗറി നമ്പർ 037/2020 ആ എക്സാമിൻ്റെ ടൈം മാറ്റിയിട്ടുള്ളത് 7:30 AM to 9:15 ആണ്. അതായത് നോർമലി ടെക്നിക്കൽ എക്സാം ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ടൈമിലേക്ക് തന്നെ തിരിച്ച് ആ ഒരു എക്സാമിൻ്റെ ടൈം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നടത്തിയ മുന്നത്തെ എക്സാം ടൈം മാറിയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സെയിം ടൈമാണ് നമുക്ക് എല്ലാവർക്കും പ്രിൻ്റ് എടുത്ത ആ ഹോൾ ടിക്കറ്റിൽ വന്നിട്ടുണ്ടാവുക. ആരെങ്കിലും ഇത് അറിയാത്തവരോ അല്ലെങ്കിൽ മെസ്സേജ് ശ്രദ്ധിക്കാത്തവരോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് നേരത്തെ തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ടൈം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കൊറോണ ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ലോങ് ആണ് കിട്ടിയതെങ്കിൽ മാക്സിമം നേരത്തെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാവരും ഈ ഒരു മെസ്സേജ് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും നോക്കിയിട്ട് ഹോൾ ടിക്കറ്റിലെ ടൈം നോക്കിയിട്ട് പോവാതിരിക്കുക. ആ മെസ്സേജ് നോക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ ഇതാണ് ടൈം മാറ്റിയിട്ടുണ്ട്. 7:30 to 9:15 ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് ചെക്ക് ചെയ്താലും മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാവർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, thin wall which is used as a protection or shield against scoring action of the stream is called. നമുക്കിപ്പം ഈ സ്കോറിങ് ആക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യണ ആ ഒരു ഷീൽഡായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബഫിൾ വാൾ, കേർട്ടൈൻ വാൾ, ഡ്വാർഫ് വാൾ, പിന്നെ ഓൾ ഓഫ് ദിസ്. അപ്പം സ്കോറിങ് ആക്ഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടിയിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ വാൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 ഓപ്ഷനും പിന്നെ ഓൾ ഓഫ് ദീസും തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. കാരണം ഇതൊക്കെ തന്നെ സ്കോറിങ് അല്ലെങ്കിൽ സീപ്പേജ് ഓഫ് വാട്ടറിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത്, എ ബ്രിഡ്ജ് വിച്ച് എലോ എ ഫ്ലഡ് വാട്ടർ ടു പാസ് ഓവർ ഇറ്റ് ഈസ് കോൾഡ്. നമുക്കിപ്പം ഫ്ലഡ് വാട്ടറിനെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് എലോ ചെയ്യണ ബ്രിഡ്ജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ബ്രിഡ്ജിൽ പഠിക്കാനുള്ളത് ഹൈ ലെവൽ ബ്രിഡ്ജും സബ്മേഴ്സിബിൾ ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഹൈ ലെവൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്തും ഈ ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹൈ ലെവൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സബ്മേഴ്സിബിൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ബ്രിഡ്ജ് മുങ്ങിപ്പോവും. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫ്ലഡ് വാട്ടറിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് നോക്കാം. എ
സബ്മേഴ്സിബിൾ ബ്രിഡ്ജ്, ബി വരുന്നത് സ്ട്രെയിറ്റ് ബ്രിഡ്ജ്, സി വരുന്നത് ലോ ലെവൽ ബ്രിഡ്ജ്, ഡി വരുന്നത് ഹൈ ലെവൽ ബ്രിഡ്ജ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സബ്മേഴ്സിബിൾ ബ്രിഡ്ജാണ്. പിന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാനുള്ളത് ടെമ്പററി എൻക്ലോസ്ഡ് ബിൽറ്റ് ടു എക്സ്ക്ലൂഡ് ദ വാട്ടർ ഫ്രം ദ വർക്കിംഗ് ഏരിയ ഓൺ ദ സ്ട്രീം ബെഡ് ഈസ് കോൾഡ്. നമ്മൾ സ്ട്രീം ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാട്ടർ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ പൈലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടുന്ന ആ ഒരു ടെമ്പററി സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ കേർട്ടൈൻ വാൾ, ഓപ്ഷൻ ബി ആനിക്കട്ട്, ഓപ്ഷൻ സി കോഫർ ഡാം, ഓപ്ഷൻ ഡി കൈസൺ. അപ്പോൾ നമ്മൾ കേർട്ടൈൻ വാളിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒബ്സ്ട്രക്റ്റ് സീപ്പേജ് ഓഫ് വാട്ടർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ ആനിക്കട്ട്, അതായത് ആനിക്കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാം അക്രോസ് ദ റിവറാണ്, ബിൽറ്റ് ഫോർ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മളൊരു റിവറിനെ അക്രോസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഡാമിനെയാണ് നമ്മൾ ആനിക്കട്ട് എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഫർ ഡാമാണ്. കോഫർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി സ്ട്രക്ചർ എക്സ്ക്ലൂഡ് വാട്ടർ എക്സ്ക്ലൂഡ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു ടെമ്പററി സ്ട്രക്ചറാണ് കോഫർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടൈറ്റ് ബ്ലോക്ക് സെക്ഷനാണ് വരുന്നത്. അപ്പം ഈ 4 ഓപ്ഷനും വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കണം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോഫർ ഡാമാണ്. അപ്പം ഇതും കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയ മാത്രമേ ഞാൻ ക്വസ്റ്റ്യൻസായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ആ ഏരിയ ഒന്നുകൂടെ പോയിട്ട് റിവൈസ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. 4th ക്വസ്റ്റ്യൻ വെൻ ക്രോസ് ഹെയർസ് ആർ നോട്ട് ക്ലിയർലി വിസിബിൾ. അതായത് ഇത് സർവേ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സർവേയിൽ ഇപ്പം ആ ഒരു ക്രോസ് ഹെയർസ് കറക്റ്റ് വിസിബിൾ അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ദ ഐ പീസ് ഷുഡ് ബി ഫോക്കസ്ഡ്, ഓപ്ഷൻ ബി ദ ക്രോസ് ഹെയർ ഷുഡ് ബി അഡ്ജസ്റ്റ്, ഓപ്ഷൻ സി ദ പാരലാക്സ് ഷുഡ് ബി റിമൂവ്ഡ്, ഓപ്ഷൻ ഡി ദ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ഫോക്കസ്ഡ്. 4 ഓപ്ഷനും വായിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പം ഇതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇത് ഓരോന്നും പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ മാത്രം ഈ ക്വസ്റ്റ്യൻസിന് നോക്കിക്കാണാം. നിങ്ങൾക്ക് അറിയണ ഏരിയ ആണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5th ക്വസ്റ്റ്യൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർഡിനേറ്റ്സ് പ്രസൻറ്റ് മസ്റ്റ് ബി ഡാഷ് ഇൻ സിംസംസ് റൂൾ. അപ്പോൾ നമുക്ക് 2 റൂള് പഠിക്കാനുണ്ട്. അപ്പം അതിലൊന്നാണ് സിംസംസ് റൂള് വരുന്നത്. അപ്പം അതിൽ നമ്മൾ കൺസിഡർ ചെയ്യണ ഓർഡിനേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യണ ഓർഡിനേറ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓഡ്, ഓപ്ഷൻ ബി ഈവൻ, ഓപ്ഷൻ സി കോംപ്ലക്സ്, ഓപ്ഷൻ ഡി റിയൽ നമ്പേഴ്സ്. അപ്പം ഇത് നമുക്ക് ഏരിയ ആൻഡ് വോളിയം കാൽക്കുലേഷൻ ആ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളതാണ്. അതിൽ നമുക്ക് സിംസംസ് റൂളും ട്രപ്പിസോയിഡൽ റൂളെന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അതിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പിന്നീട് വരാം. അപ്പം ഇതിൽ ട്രപ്പിസോയിഡൽ റൂളാണെങ്കിൽ നമ്മൾ ആ ഒരു അതിന് നമുക്ക് ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. സിംസംസ് റൂൾ വരികയാണെങ്കിൽ അതിൻ്റെ ഓർഡിനേറ്റ്സ് ഓടായിട്ട് വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതിനെ കൊണ്ട് ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ഓടാണ്. പിന്നെ നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻസ് ആദ്യം വായിച്ച് നോക്കാം. ഓപ്ഷൻ എ 1000 സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ ബി 100 ആർസ്, ഓപ്ഷൻ സി 100 സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ ഡി 2.47 ആർ.
അപ്പോൾ നമുക്ക് ഇത് യൂണിറ്റ് കൺവേർഷനിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പം ആ ഒരു യൂണിറ്റ് കൺവേർഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയണില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഞാൻ ഇതേപോലെ തന്നെ യൂണിറ്റ് കൺവേർഷൻ്റെ ഒരു ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പം ഇതിൽ നമുക്ക് ആൻസർ തരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം അതെല്ലാവരും കറക്റ്റ് നോക്കി വെക്കുക. 100 hours ആണ് വരുന്നത്. പിന്നെ നമുക്ക് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th question, which method of plane table is used for locate previous station point? നമ്മളിപ്പം പ്രീവിയസ് സ്റ്റേഷൻ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പ്ലെയിൻ ടേബിളിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇതും സർവേൻ്റെ പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം പ്ലെയിൻ ടേബിളിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. റേഡിയേഷൻ, ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ ട്രാവേഴ്സിങ്, റിസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. നമുക്ക് 4 ഓപ്ഷൻസ് ആദ്യം വായിക്കാം. ഓപ്ഷൻ എ റിസെക്ഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി ട്രാവേഴ്സിങ് മെത്തേഡ്, ഓപ്ഷൻ സി റേഡിയേഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ഇൻ്റർസെക്ഷൻ മെത്തേഡ്. അപ്പം 4 ഓപ്ഷനിൽ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഇപ്പം റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ സ്മോൾ ഏരിയാസൊക്കെ സർവേ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഞാൻ പറയണേ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല. ചെറുങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ട്രാവേഴ്സിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ്, റിവേഴ്സ് അതൊക്കെ സർവേ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാവേഴ്സിങ് മെത്തേഡ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു കോമ്പസ് ഓർ തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്. ഈ കോമ്പസ് അല്ലെങ്കിൽ തിയോഡലൈറ്റ് ട്രാവേഴ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ട്രാവേഴ്സിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റേഡിയേഷൻ മെത്തേഡാണ് നോക്കാനുള്ളത്. റേഡിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിങ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റേഷൻ പോയിൻറ്റ്സ് ആണ്. നമുക്ക് സ്റ്റേഷൻ പോയിൻറ്റ്സിനെ ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റേഡിയേഷൻ മെത്തേഡ്. പിന്നെ ലാസ്റ്റ് വൺ ഇൻ്റർസെക്ഷൻ മെത്തേഡാണ്. ഇൻ്റർസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിങ് ദ ഡിസ്റ്റൻസ് ഇനാക്സിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിന് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർസെക്ഷൻ മെത്തേഡ്. അതുപോലെ തന്നെ ഇതിനെ ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്നും നമ്മൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഇത് ഹില്ലി സർവേസിനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹില്ലി കൺട്രീസിൻ്റെ സർവേയിങ്ങിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ 4 ഓപ്ഷനും എക്സ്പ്ലെയിൻ ചെയ്തപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വിച്ച് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റ് പ്രീവിയസ് സ്റ്റേഷൻ പോയിൻ്റ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ റിസെക്ഷൻ മെത്തേഡാണ്. അപ്പോൾ അതെല്ലാവർക്കും കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 8th ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ ബിവെൽഡ് എഡ്ജ് ഓഫ് ദ അലിഡേഡീസ്. അപ്പം നമുക്ക് പ്ലെയിൻ ടേബിളിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അലിഡേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു അലിഡേഡിൻ്റെ ബിവെൽഡ് എഡ്ജസിനെ നമ്മൾ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് ആദ്യം വായിച്ച് നോക്കാം. ലൈനിങ് എഡ്ജ്, ഓപ്ഷൻ ബി റംസാദൻ എഡ്ജ്, ഓപ്ഷൻ സി സൈറ്റിംഗ് എഡ്ജ്, ഓപ്ഷൻ ഡി ഫിഡ്യൂഷ്യൽ എഡ്ജ്. അപ്പം 4 ഓപ്ഷൻസ് വായിക്കുമ്പോഴും നമുക്ക് ആൻസർ ഈ ഒരു ഏരിയ കവർ ചെയ്തെങ്കിലേ നമുക്കിതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാരും ഇത് പഠിച്ച് വന്നവർ തന്നെയായിരിക്കും. നമ്മൾ ഓൾറെഡി എൻജിനീയറിങ് ആ ഒരു ഫീൽഡ് കഴിഞ്ഞിട്ട് തന്നെയായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ജസ്റ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫിഡ്യൂഷ്യൽ എഡ്ജാണ്. അപ്പം ബിവെൽഡ് എഡ്ജ് ഓഫ് ദ അലിഡേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഫിഡ്യൂഷ്യൽ എഡ്ജാണ്. പിന്നെ നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 9th ക്വസ്റ്റ്യൻ ഇൻ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഓഫ് സൈഡ് എൻഡ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്.
നമ്മളിപ്പം ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് കാണുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. ഓപ്ഷൻ എ n+4 × 90 ഡിഗ്രി, ഓപ്ഷൻ ബി 3n-4 × 90 ഡിഗ്രി, ഓപ്ഷൻ സി 2n+4 × 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 2n-4 × 90 ഡിഗ്രി. അപ്പം 4 ഓപ്ഷനും വെച്ച് നോക്കുമ്പം നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2n-4 × 90 ഡിഗ്രി. അതായത് ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ 2n-4 × 90 ഡിഗ്രി ആണ് വരിക. എക്സ്റ്റീരിയർ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ 2n+4 × 90 ഡിഗ്രി ആണ് വരിക. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കണക്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അപ്പം ഇതെല്ലാവരും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ മാക്സിമം നമുക്ക് ഈ ഏരിയേൻ്റെ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സിൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞു തരുന്നതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക, അത് റിലേറ്റഡ് ചെറുതായിട്ട് നമുക്ക് അറിയണ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. The bearing of a line taken from the starting point of a line towards the other end is called. നമ്മളിപ്പം ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് അതർ എൻഡിലേക്ക് എടുക്കണ ആ ഒരു ബിയറിംഗ് ഓഫ് എ ലൈനിന് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഹോൾ സർക്കിൾ ബിയറിംഗ്, ഓപ്ഷൻ ബി ഫോ ബിയറിംഗ്, ഓപ്ഷൻ സി ബാക്ക് ബിയറിംഗ്, ഓപ്ഷൻ ഡി ട്രൂ ബിയറിംഗ്. 4 ഓപ്ഷൻസും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയണില്ല. ഓരോന്ന് ഏരിയ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്തതാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ബുക്സ് വെച്ചിട്ട് ഈ ഒരു ഏരിയ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഈ ഒരു പോർഷനിൽ എക്സാംസ് അധികവും ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ലൈൻ ഓഫ് കോളിമേഷൻ, പിന്നെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്, സർവേന്ന് ഈ ഒരു പോർഷനിൽ നിന്നും കംപ്ലീറ്റ് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം ആ ഒരു ഏരിയ നിങ്ങൾ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫോർ ബിയറിംഗ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The size of theodolite is determined by. നമുക്ക് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന് പറഞ്ഞ പോലെ തന്നെ വേറൊരു ടോപ്പിക്ക് നമുക്ക് സർവേയിങ്ങിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുണ്ട്. അപ്പം അതിൽ ഒരുപാട് ലോവർ പ്ലേറ്റ്, അപ്പർ പ്ലേറ്റ്, ലോവർ ക്ലാമ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെതും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ നമുക്ക് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ ക്ലാസ് എടുക്കുന്ന സമയത്ത് പഠിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് വായിക്കാം, അത് ആൻസർ ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യനാണ് ആ ഏരിയയിൽ നിന്ന് അധികം ചോദിച്ചു വരല്. അപ്പം പിന്നെ ഇതിൽ ഞാൻ ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ടെലിസ്കോപ്പ്, ഓപ്ഷൻ ബി ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ്, ഓപ്ഷൻ സി ഡയമീറ്റർ ഓഫ് വെർട്ടിക്കൽ പ്ലേറ്റ്, ഓപ്ഷൻ ഡി ഡയമീറ്റർ ഓഫ് അപ്പർ പ്ലേറ്റ്. അപ്പം സൈസ് ഓഫ് തിയോഡലൈറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓപ്ഷൻ ബി ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പം അത് നോക്കി വെക്കുക, എക്സാമിന് ഇത് ചോദിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഈ സ്വിങ്ങിങ്, ട്രാൻസിറ്റിങ്, അപ്പം അതിൻ്റെ തന്നെ പ്ലഞ്ചിങ്, ആ ഒരു സിമിലർ ആയിട്ടുള്ള വരുന്ന നെയിംസ്, അതൊക്കെ തിയോഡലൈറ്റിൻ്റെ ഏരിയയിൽ നോക്കിയിട്ട് പോവുക. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിലൊന്നും മാർക്ക് പോക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു പോർഷൻ മിസ് ചെയ്യാതെ നോക്കിയിട്ട് പോവുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 12th ക്വസ്റ്റ്യൻ ആണ്. ദ ലോക്കസ് ഓഫ് എ പോയിൻറ്റ് മൂവിങ് ഇൻ എ പ്ലെയിൻ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഫിക്സ്ഡ് പോയിൻറ്റ് ആൻഡ് എ ഫിക്സ്ഡ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ച്, ഇത് നമ്മളൊരു എൻജിനീയറിങ് ഗ്രാഫിക് ആ ഒരു ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. എൻജിനീയറിങ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എൻജിനീയറിങ് ഡ്രോയിങ്ങിൻ്റെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു
ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ തന്നെ ചാനലുണ്ട്. അതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ റെക്റ്റാങ്കിൾ, ഓപ്ഷൻ ബി പോളിഗൺ, ഓപ്ഷൻ സി സ്ക്വയർ, ഓപ്ഷൻ ഡി കോണിക്. അപ്പോൾ നമുക്കിതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോണിക്കാണ് ആൻസർ വരുന്നത്. അത് ക്ലാസ് കേട്ടവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. അത് സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ആസ്ബറ്റോസ് സിമെൻറ്റ് കോറഗേറ്റഡ് ഷീറ്റ് ഈസ്. ആസ്ബറ്റോസ് സിമെൻറ്റ് കോറഗേറ്റഡ് ഷീറ്റിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ 1.05 മീറ്റർ, ഓപ്ഷൻ ബി 1.25 മീറ്റർ, ഓപ്ഷൻ സി 0.9 മീറ്റർ, ഓപ്ഷൻ ഡി 1 മീറ്റർ. അപ്പം 4 ഓപ്ഷൻസും വായിക്കുക. അറിയണവരുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്കിതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1.05 മീറ്റർ ആണ് ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് 14th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വരുന്നത് ദ യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ്. സ്ട്രെയിനിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രെയിനിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ mm, ഓപ്ഷൻ ബി നോ യൂണിറ്റ്, ഓപ്ഷൻ സി ന്യൂട്ടൺ പെർ mm, ഓപ്ഷൻ ഡി ന്യൂട്ടൺ mm. അപ്പോൾ 4 ഓപ്ഷൻസും വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റണില്ലേ? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നോ യൂണിറ്റ്. സ്ട്രെസ് ആണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അതായത് ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള രീതിയിൽ വരും. സ്ട്രെയിൻ ആണെങ്കിൽ അതിന് യൂണിറ്റ് ഇല്ല, യൂണിറ്റ്ലെസ് ആണ്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സും ക്വസ്റ്റ്യൻസും കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഫ്രൈഡേ എക്സാം എഴുതാൻ പോണവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ കവർ ചെയ്യേണ്ട ആ ഏരിയ ഞാൻ ഒന്നുകൂടെ പറയാം. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർവേയിങ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, പിന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, ഓട്ടോകാഡ്. ഇതിൽ കൂടാണ്ടുള്ള ക്വസ്റ്റ്യൻസും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും പഠിച്ചു കഴിഞ്ഞവർ മാത്രം എക്സ്ട്രാ നോക്കിയിട്ട് പോവാം. അപ്പം ഓൾമോസ്റ്റ് സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും പോർഷൻസിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. എക്സ്ട്രാ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓവർ മാർക്ക് കിട്ടേണ്ടിയിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് കയറേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും വരില്ല എന്നൊന്നും പറയണില്ല, വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം മാക്സിമം ഈ ഒരു സിലബസിൽ തന്നിട്ടുള്ള പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം എക്സ്ട്രാ ഉള്ളത് പഠിക്കുക. എക്സ്ട്രാ ഉള്ളത് പഠിച്ചിട്ട് ഉള്ള സിലബസിലുള്ള കാര്യങ്ങൾ കൂടെ കളഞ്ഞിട്ട് ഉള്ള മാർക്ക് ആരും കളയാതിരിക്കുക. മാക്സിമം സിലബസ് നോക്കുക, ആ രീതിയിൽ പോർഷൻസ് കവർ ചെയ്തിട്ട് പോവുക. അപ്പം എക്സാം എല്ലാം എഴുതാൻ പോണ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പോർഷൻസൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. മാക്സിമം റിവിഷന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 2 ദിവസം എടുക്കുക. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടൈം ആരുടെയും വിട്ടുപോകരുത്. ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.